أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. സമാദരണീയനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ, വേദിയിലുള്ള മറ്റു സംഘടനാ സാരഥികളെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ ശബ്ദത്തിൻ്റെ അടുത്തും അകലെയുമായി പ്രഭാഷണം ശ്രദ്ധയോടുകൂടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തത്സമയം ഈ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സന്മനസ്സുള്ള സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ അത്യപാരമായ അനുഗ്രഹത്താൽ ഈ സമയത്ത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സദസ്സിൽ എത്തിച്ചേരുവാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇവിടെ വളരെ പ്രസക്തമായ 3 വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ മഹത്തായ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കെ ഉമർ മൗലവിയുടെ
മകനും നമ്മുടെ പ്രസ്ഥാന പ്രവർത്തന രംഗത്ത് എഴുത്തുകൊണ്ടും പ്രസംഗം കൊണ്ടും എന്നും ഈ ആദർശത്തെ ജ്വലിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൂടെ നടക്കുകയും ചെയ്യുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മുബാറക് ബിൻ ഉമർ സലഫി മാർഗത്തെ സംബന്ധിച്ചും ആ മാർഗത്തിൽ നിന്ന് ഇപ്പോൾ ഈ സംഘടന നയിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആളുകൾ പല വിഷയങ്ങളിലും അതിൽ നിന്ന് അകന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും പ്രമാണം മുന്നിൽ വെച്ചുകൊണ്ട് രേഖകൾ വെച്ച് വിശദീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുമ്പിൽ കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. അതിനുശേഷമാണ് രണ്ടാമത്തെ വിഷയം എന്ന നിലക്ക് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഏതാനും സമയം സംസാരിക്കുവാനുള്ളത്. ആദ്യമേ ഞാൻ പറയട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം അവതരിപ്പിക്കുക എന്നത് അത്ര വലിയ സന്തോഷമുള്ള ഒരു കാര്യമല്ല. കാരണം ഈ പ്രസ്ഥാനത്തെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം തൻ്റെ ഒഴിവു സമയങ്ങൾ മുഴുവനും അതിനുവേണ്ടി നീക്കിവെക്കുകയും ചെയ്ത ഇതിൻ്റെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത് പുറത്തു പറയുക എന്നത് അല്പം വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ വേദനയുണ്ടാക്കുന്ന കാര്യമായിട്ടും എന്തുകൊണ്ട് പറയുന്നു? അത് നിർബന്ധ കാരണം കൊണ്ടാണ്, നിർബന്ധിതമായ സാഹചര്യം വന്നതുകൊണ്ട് മാത്രം. ഈ കാര്യം പറയാതിരുന്നാൽ ഇവിടെ പല ആളുകളും തെറ്റുകാരായി സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടും. ഒന്നും അറിയാത്ത, വസ്തുതകളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കിയിട്ടില്ലാത്ത സാധാരണക്കാരായ പാവങ്ങളായ ആളുകൾ ഒരുപാട് സാത്വികന്മാരായ പണ്ഡിതന്മാരെയും പ്രബോധകന്മാരെയും പ്രവർത്തകന്മാരെയും തെറ്റുധാരണയോടുകൂടി മുൻവിധിയോടുകൂടി വീക്ഷിക്കുകയും അത് ഇസ്ലാമിക പ്രബോധന രംഗത്ത് വലിയ മാർഗതടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന യഥാർത്ഥ വിഷയങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് അവർ അകന്നു പോവുകയും അത് അവരുടെയൊക്കെ പരലോകത്തെ ബാധിക്കുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഇതിനെ ബന്ധപ്പെട്ട ആളുകളും ഇതിന്റെ അനുഭാവികളും അറിഞ്ഞിരിക്കേണ്ട അടിയന്തരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെവിടെ വരെ എത്തി എന്നതിന്റെ ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. അതായത് ഏകപക്ഷീയമായ വിശദീകരണങ്ങൾ നാട്ടിൽ നടക്കുകയും ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തതിന്റെ പരിണിതി ഏതുവരെ എത്തി എന്നതിന്റെ ഒരു ചെറിയ സാമ്പിൾ നിങ്ങളുടെ ഒരു നാട്ടുകാരൻ നാട് മുഴുവൻ അത്തരം തെറ്റുധാരണകൾ ഉണ്ടാക്കി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന വിവരം നിങ്ങൾക്കറിയാം. അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ, എന്റെ നാടെന്ന് പറയുന്നത് എടത്തനാട്ടുകരയാണ്, പാലക്കാട് ജില്ലയുടെ അങ്ങേ അറ്റമാണ്. അവിടെ വന്നുകൊണ്ട് പല പ്രാവശ്യം അദ്ദേഹം വരുന്നിട്ടുണ്ട്. അതിൽ മറ്റൊരു അടുത്ത കാലത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഏതാനും സാധാരണക്കാരായ ആളുകൾ ജീപ്പിൽ കയറിപ്പോയി. ആ ജീപ്പിൽ പോയി ആ പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വന്ന് അവർ അവിടെ ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രബോധകൻ, അവിടെയുള്ള ഒരു ഖതീബ്, അദ്ദേഹം പരിചയമുള്ള ഒരു കാരണവർ അതിലുണ്ട്. അപ്പൊ അദ്ദേഹം ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ ഈ പ്രബോധകൻ അദ്ദേഹത്തോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. അപ്പൊ ഈ മനുഷ്യൻ പറയാ, അത് വേണ്ട, അത് വേണ്ട. അപ്പൊ ഇയാൾ ചോദിച്ചു, അല്ലാതെ അങ്ങനെ പറയുന്നത് എന്താ? മുസ്ലിങ്ങൾ തമ്മിൽ
കണ്ടു കഴിഞ്ഞാൽ സലാം പറയുക, അത് മടക്കുക, അത് ഏറ്റവും നല്ല രീതിയിൽ മടക്കുക എന്നുള്ളത് മുസ്ലിങ്ങൾ തമ്മിലുള്ള മുഖ്യമായ ബാധ്യതയല്ലേ? ഞാൻ സലാം പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, എന്താ അത് വേണ്ടെന്ന് പറയാൻ കാരണം? അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഇതിലേറെ ഗൗരവം. അദ്ദേഹം പറയാ, അത് നിങ്ങൾ ഇനി നമ്മൾ തമ്മിലത് വേണ്ട. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, നീയും എന്നിട്ട് എൻ്റെ പേരും കൂടെ ചേർത്ത് പറഞ്ഞു. ഞാൻ ആ നാട്ടുകാരൻ എന്ന നിലക്ക് നീയും അഷ്റഫും ഒക്കെ കാഫിറാണ്, അതുകൊണ്ട് ഇനി ഈ സലാമും പറഞ്ഞു കണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട, വേറെ വല്ലവും പറയണ്ടേ പറഞ്ഞാൽ മതി. എവിടെ എത്തി വിഷയം? ഞാൻ ആ സാധാരണക്കാരനെ ഒരിക്കലും കുറ്റം പറയുകയില്ല, അദ്ദേഹത്തെ ഒരിക്കലും തന്നെ ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല. കാരണം അദ്ദേഹം മതപരമായ കാര്യങ്ങൾ അവഗാഹത്തോടുകൂടി പഠിക്കാൻ കഴിവും കെൽപ്പുമുള്ള ഒരാളല്ല. പിന്നെ എന്തുകൊണ്ട് ഇന്നലെ വരെ വളരെ സൗഹൃദത്തോടുകൂടി സന്തോഷത്തോടുകൂടി പങ്കിട്ടിരുന്ന, മുന്നോട്ട് പോയിരുന്ന ഈ സഹോദരൻ ഈ ഒരു സമയത്ത് ഇങ്ങനെ പ്രതികരിച്ചത് എന്തുകൊണ്ട്? എന്താണ് അതിന് കാരണം? അതെ, അദ്ദേഹം കേൾക്കാൻ പോയ പ്രസംഗം, അവിടെ ഇട്ടിരിക്കുന്ന ക്ലിപ്പുകൾ, ആ ക്ലിപ്പുകളുടെ വിഷം അദ്ദേഹത്തെ കൊണ്ട് പ്രതികരിപ്പിച്ച ഒരു പ്രതികരണമാണിത്. എവിടേക്കാണ് ഈ സമൂഹത്തെ ഈ ആളുകൾ കൊണ്ടുപോകുന്നത്? വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കണ്ടേ? ഈ പറഞ്ഞ സാധാരണക്കാരൻ ഈ ഹദീസ് അറിയില്ല. സാബിത്ത് ബിൻ അൽ-ഹഖ് നിന്ന് നിവേദനം ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്, വലഅനുൽ മുഅ്മിനി കഖത്ലിഹി വമൻ റമാ മുഅ്മിനൻ ബികുഫ്രിൻ ഫഹുവ കഖത്ലിഹി. വലഅനുൽ മുഅ്മിനി, മുഅ്മിനിനെ ശപിക്കുന്നത്, കഖത്ലിഹി, അവനെ വധിക്കുന്നത് പോലെയാണ്. വമൻ റമാ മുഅ്മിനൻ ബികുഫ്രിൻ, ഒരു മുഅ്മിനിനെ ആരെങ്കിലും കുഫ്ർ ആരോപിക്കുന്നതോ ഫഹുവ കഖത്ലിഹി, അതവനെ വധിക്കുന്നത് പോലെയാണ്. നടുറോട്ടിൽ വെച്ചൊരു കഠാരയൂരി അവന്റെ കഴുത്തിൽ കുത്തുന്നത് പോലെയാണ് ഒരാളെ ഈ രൂപത്തിൽ ആരോപിക്കുന്നതെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അൻ ഇബ്നു ഉമർ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുമ റജുലിൻ കഫറ റജുലൻ ഫഇൻ കാന കമാ ഖാല വഇല്ലാ ഫഖദ് ബാഅ ബിൽ കുഫ്രി. ഏതൊരാൾ മറ്റൊരാളെ സത്യനിഷേധി എന്ന് വിശേഷിപ്പിക്കുമ്പോഴും അയാൾ പറയും പോലെ തന്നെയാണ് വിശേഷിപ്പിക്കപ്പെട്ട ആളെങ്കിൽ അങ്ങനെ തന്നെ, ഇല്ല എങ്കിൽ പറഞ്ഞവൻ സത്യനിഷേധിയായി തീരും, പറഞ്ഞവൻ കാഫിറായി തീരും. ഇത് ഈ സാധാരണക്കാരൻ അറിയോ? അറിയില്ല. ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇങ്ങനെ നൂറുകണക്കിന് സാധാരണക്കാരെ കൊണ്ട്, ശുദ്ധ മനസ്സുള്ള മനുഷ്യന്മാരെ കൊണ്ട് കൃത്രിമമായ ക്ലിപ്പുകൾ കെട്ടിയുണ്ടാക്കി സന്ദർഭത്തിൽ നിന്ന് നടത്തിയെടുത്ത ക്ലിപ്പുകളിലൂടെ 2, 4 മിനിറ്റും സെക്കൻഡുകളും ഒക്കെയുള്ള ക്ലിപ്പുകളിലൂടെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൗനം ദീക്ഷിച്ച് നടക്കുന്നത് വലിയ കുറ്റമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഇത്രമാത്രം ക്രൂരമായ ആരോപണങ്ങൾ നടത്താൻ ഇവർ മുതിരാനുള്ള കാരണം അവരെടുത്ത് സംഭവിച്ച ഒരുപാട് അബദ്ധങ്ങളുണ്ട്. ആ അബദ്ധങ്ങൾ മണ്ണിട്ട് മൂടണമെങ്കിൽ, അത് മൂടിവെക്കണമെങ്കിൽ ഇത്തരം ക്രൂരമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ വിഷയമെന്ന് ജനങ്ങളോട് പറയാൻ ഞങ്ങൾ നിർബന്ധിതരാവുകയാണ്. അല്ലാതെ നിങ്ങൾ ആരും വിചാരിക്കണ്ട ഈ വിഷയം എങ്ങനെ പറയാൻ വലിയ ആഗ്രഹമുണ്ട്. കാരണം ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആളുകൾക്കാണ് ഈ വിഷയങ്ങൾ പൊതുജനങ്ങൾ കേൾക്കെ എന്താണ് ഇതിന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുക. ഏറ്റവും കൂടുതൽ വിഷമം അവർക്കുണ്ടാകുക. ചില ആളുകളെ വിചാര ഇവർക്കിത് പറയുമ്പോൾ ഇവർക്കൊന്നും ഇതിൽ വലിയ വിഷമല്ല, നല്ല വിഷമമുണ്ട്. ആ വിഷമമൊക്കെ സഹിച്ചുകൊണ്ട് പറയുന്നത് എന്തുകൊണ്ടാ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ രൂപത്തിൽ ആളുകൾ തെറ്റിദ്ധരിച്ചു പോകുമ്പോൾ ആ സാധുക്കളോട് ഈ കാര്യം പറഞ്ഞു കൊടുക്കേണ്ട എന്താ സംഭവിച്ചത്? അതുകൊണ്ട് മാത്രമാണ് സുഹൃത്തുക്കളെ ഈ കാര്യം പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ചോദ്യം മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ നിന്ന് ഉയർന്നു വരുന്ന ചില ഉത്തരങ്ങളുണ്ട്. അതിലൊന്ന്, വേഗം ആളുകൾ പറയുന്നത് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നോ പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഇതിലുണ്ടായിട്ടുണ്ട്. അവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളെല്ലാം അതിൻ്റെ പേരിലാണ് എന്ന് പറയാനാണ് പലപ്പോഴും ശ്രമിക്കാറുള്ളത്.
അങ്ങനെയാണ് പലരും അത് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. എന്നാൽ ആദ്യമേ ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു വിവാദം മുജാഹിദ് പ്രസ്ഥാനത്തിൽ, അങ്ങനെ ഒരു വാദം ആർക്കും തന്നെ ഇല്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് നെഞ്ചത്ത് കൈകെട്ടി നിർബന്ധമായും 17 തവണയും അല്ലാതെയും പറയുകയും പ്രതിജ്ഞ പുതുക്കുകയും അത് ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പാലിക്കുകയും പ്രബോധനം ചെയ്യുകയും അതിനുവേണ്ടി ജീവൻ തന്നെ വെടിയാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വിഭാഗമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വാദം ഉണ്ടെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയല്ല എന്ന് മാത്രമേ അതിലെനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. മരിച്ചുപോയവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ ഏതൊരാളോടും പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. ഇത് ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും അത് ശിർക്കാണ്. ആ നിലക്കുള്ള സഹായതേട്ടങ്ങൾ മുഴുവനും ശിർക്കാണ്. അതിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു വിഷയം, ഇങ്ങനെ ഒരു വാദം ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ തന്നെ മുഖാമുഖം പ്രവർത്തകന്മാർക്കിടയിൽ ഈ വിഷയം സംസാരിക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് ഇന്ന് ഈ വാദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹനീഫ് കായക്കൊടി എന്ന് പറയുന്ന പ്രഭാഷകൻ തന്നെ അവിടെ വെച്ച് തുറന്ന് സമ്മതിക്കുകയും ചെയ്തതാണ്, ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് ഇവിടെ ആർക്കും വാദമില്ല, സഹായം തേടാമെന്ന വാദവും ഇല്ല എന്ന് കൃത്യമായി അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതോടുകൂടി തന്നെ ഈ ഒരു വാദം ഉണ്ടെന്ന് പറഞ്ഞത് കളവാണ് എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് പ്രാർത്ഥനയൊന്നുമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, ഭൗതികമായ ഒരു കാര്യം ചോദിക്കുന്നതാണെങ്കിലോ അതിനെക്കുറിച്ചും ഹനീഫ് കായക്കൊടിയും ഫൈസൽ മുസ്ലിയാരും ജംഇയ്യത്തുൽ ഉലമയുടെ ദൗറയിൽ അവതരിപ്പിച്ച ഒരു പ്രബന്ധത്തിൽ പറയുന്നത് അത് വസീലത്തുൽ ശിർക്കാണ്, അത് ശിർക്കിലേക്ക് നയിക്കുന്നതാണ്, അതുകൊണ്ട് അത് ഹറാമാണ് എന്നാണ്. അപ്പോൾ ഹനീഫ് കായക്കൊടിക്ക് തന്നെ ആ അഭിപ്രായമാണ് ഉള്ളത് എന്ന് മനസ്സിലാകുന്നതോടുകൂടി അതിലും യഥാർത്ഥത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നാലാമത്തെ ഒരു കാര്യം, നേരത്തെ ഇവിടെ ബഹുമാന്യനായ മുബാറക് മദനി ഇവിടെ സൂചിപ്പിച്ച കുവൈത്തിലെ ഇഹ്യാ തുറാസുൽ ഇസ്ലാമി എന്ന് പറയുന്ന സലഫി സംഘടന ഇങ്ങോട്ട് അയച്ച ഒരു കത്തിനെ കുറിച്ച് പറഞ്ഞു. ആ കത്തിലെ പ്രസക്തമായ ഭാഗം പരിഭാഷപ്പെടുത്തിയത് ഞാനൊന്ന് വായിക്കാം. എന്താണ് ഈ വിഷയത്തിൽ അവർ പറഞ്ഞ നിലപാട്? ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർ നമ്മെ അറിയിച്ചിരിക്കുന്ന നിലപാട് എന്താണ്? ആ നിലപാടിനോട് നമ്മൾ പ്രതികരിച്ചത് ഏത് രീതിയിലാണ്? നോക്കൂ, നിങ്ങൾ ആ വാചകം ഇങ്ങനെയാണ്: മുജാഹിദ് പ്രസ്ഥാനത്തിലെ തർക്കം, കുവൈത്ത് പണ്ഡിത സഭയുടെ ഇസ്ലാമിക പരിഹാരം, അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം, എന്നാൽ പ്രബലമായ അഭിപ്രായം ജിന്നുകളോടുള്ള സഹായതേട്ടം പല രൂപത്തിലുണ്ട് എന്നതത്രേ. അതിൽ ശിർക്കും ശിർക്കിലേക്കുള്ള വഴിയായി തീരുന്നതുമുണ്ട്. എന്നാൽ അവയെല്ലാം തന്നെ ശിർക്കിലേക്ക് എത്തിച്ചേരാനുള്ള വാതിലടക്കുക എന്ന അർത്ഥത്തിൽ ഹറാമാണ്. ഈ അഭിപ്രായത്തിൽ ലോക പണ്ഡിതന്മാർ ഏകാഭിപ്രായക്കാരാണ്. അവർക്കിടയിൽ യാതൊരു ഭിന്നാഭിപ്രായവും ഇല്ല. അത് അനുവദനീയമല്ല എന്ന വിഷയത്തിലും എല്ലാവരും ഏകാഭിപ്രായക്കാരാണ്. കേരള നദുവത്തുൽ മുജാഹിദീന്റെയും കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും നേതാക്കളിലും പ്രബോധകന്മാരിലും പരസ്പര ഭിന്നിപ്പിലും ശത്രുതക്കും വിദ്വേഷത്തിനും കാരണമാകുമെന്നതിനാൽ ഈ വിഷയത്തിൽ ഇനിയും കൂടുതൽ ചർച്ചകൾ ആവശ്യമില്ല. ഭിന്നിപ്പ് ഏറ്റവും ദുഷിച്ച കാര്യമാണ്. അപ്പോൾ ഇവരും പറഞ്ഞത് എന്താ? ലോകത്തുള്ള മുഴുവൻ സലഫി പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ ഏകാഭിപ്രായക്കാരാണ്. അപ്പോൾ ആ മുഴുവൻ സലഫി പണ്ഡിതന്മാരെയും തള്ളിക്കൊണ്ടൊരു നിലപാട് ഒരിക്കലും ഇതുവരെ കേരള ജംഇയ്യത്തുൽ ഉലമയോ മുജാഹിദ് പ്രസ്ഥാനമോ എടുത്തിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് തിരുത്താൻ അവർ ബാധ്യതസ്ഥരാണ്. ഈ കത്തിന് മാന്യമായൊരു മറുപടി അയക്കൽ ബാധ്യസ്ഥമാണ്. കാരണം ലോകത്തുള്ള മുഴുവൻ സലഫി പണ്ഡിതന്മാരും ശിർക്ക് ചെയ്യുന്നു എന്നാണല്ലോ ഈ വാദപ്രകാരം വരിക. ഇത് ശരിയല്ലെന്ന് പറയുന്നത് മുഖാനെ അതാണല്ലോ കടന്നു വരുന്നത്. അപ്പോൾ ഇവർ ഈ കത്തിലുള്ളത് തെറ്റാണെങ്കിൽ, ഖുർആനിനും സുന്നത്തിനും എതിരാണെങ്കിൽ, അത് അവരെ തിരിച്ച് രേഖാമൂലം തന്നെ അറിയിക്കുക എന്നതും അത് ലോകത്തുള്ള സലഫി പണ്ഡിതന്മാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കലും വലിയൊരു ബാധ്യതയാണ്. അപ്പൊ അതും ചെയ്തിട്ടില്ല. അപ്പൊ എന്തു മനസ്സിലായി? ഈ വിഷയത്തിൽ ആർക്കും തന്നെ തെറ്റുപറ്റിയിട്ടില്ല എന്ന് കൃത്യമാണ്. ഇനി വേറൊന്ന് കേൾക്കണം നിങ്ങൾക്ക്.
ഇത് സംഘടനയിൽ ചില ആളുകളെ ബോധപൂർവം മാറ്റി നിർത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു വിഷയമാണ് എന്ന് ഇന്ന് ഈ വിഷയത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന എം അബ്ദുറഹ്മാൻ സലഫി എന്ന് പറയുന്ന ആ പണ്ഡിതൻ തന്നെ തുറന്നു പറഞ്ഞ ഓഡിയോ കാസറ്റ് പുറത്തു വന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതെല്ലാവരും മനസ്സിലാക്കണം. ഈ പ്രസ്ഥാനത്തിൽ ജിന്നുകളോട് സഹായം തേടാമെന്ന് പറയുന്ന, ജിന്നിനോട് സഹായം തേടുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ശിർക്കല്ലെന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി, എന്നിട്ട് സംഘടനയുടെ നേതൃപദവി കൈക്കലാക്കുന്നതിന് വേണ്ടി, ഇലക്ഷനിൽ 2 വിഭാഗമായി മുജാഹിദുകളെ ചേരിതിരിച്ച് നിർത്തുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ 5/6/2011 നമ്മുടെ CD ടവറിൽ ഒരു യോഗം ചേർന്നു. ആ യോഗത്തിലാണ് ഇങ്ങനെ ഒരു ആരോപണം അവർ ഉണ്ടാക്കുന്നത്. അതിൽ വെച്ച് അബ്ദുറഹ്മാൻ സലഫി സംസാരിക്കുമ്പോൾ പറയുന്നു, യഥാർത്ഥത്തിൽ ഒരു ലാബ് ടെക്നീഷ്യന്റെ പണിയെടുക്കാൻ പോയാൽ സക്കരിയ സ്വലാഹി പറയുന്നതിൽ തെറ്റുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം തുറന്നു പറയണം. സൂക്ഷ്മമായി പറഞ്ഞാൽ അദ്ദേഹം പറയുന്നതിൽ മതപരമായി തെറ്റുണ്ടെന്ന് പറയാൻ കഴിയില്ല. അത് ശിർക്കാണെന്ന് പറയാൻ കഴിയില്ല. അത് ശിർക്കിലേക്ക് എത്തും എന്നേ പറയാൻ കഴിയുള്ളൂ. നിങ്ങൾ അങ്ങനെ സൂക്ഷ്മമായി പറയാൻ പോകണ്ട, അത് ശിർക്കാന്നാണ് പറഞ്ഞാൽ മതി. എന്നാലേ ജനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ വിഭാഗമായി തിരിക്കാൻ പറ്റുള്ളൂ, ഇലക്ഷനിൽ ഇടപെടാൻ പറ്റുള്ളൂ. ആ രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യത്തെ ഗ്രൂപ്പ് മീറ്റിംഗ് ആണത്. ഇത് നിഷേധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഓഡിയോ കാസറ്റ് നമുക്ക് ഹാജരാക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും തെളിവിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? കെട്ടിയുണ്ടാക്കിയ ഒരു ആരോപണം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഗതി എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ കേട്ട ആ വിഷയം അതല്ല മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രശ്നത്തിന്റെ മർമ്മം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് പ്രശ്നത്തിന് വേറൊരു കാരണവും ഇല്ലാതെ വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു വിഷയമാണ്. രണ്ടാമത് പല ആളുകളും കേട്ടൊരു വിഷയം എന്താണ്? ഇവിടെ എന്തൊക്കെ ആളുകള് മന്ത്രവാദത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അടിച്ചിറക്കലും അതുപോലെയുള്ള ഹോമങ്ങളും മന്ത്രവാദങ്ങളും ദുർമന്ത്രവാദങ്ങളും ഒരു നൂറ്റാണ്ട് കാലം മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം ഈ നാട്ടിൽ നിന്ന് കെട്ടി അന്ധവിശ്വാസങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നം എന്നാണ് ചില ആളുകൾ ഇവിടെ വേറെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അതും വസ്തുതയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പറയാൻ ഏതുവരെ ഉപയോഗിച്ചു എന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കണതിന്റെ ഗൗരവം. ബഹുമാന്യനായ അബ്ദുല്ല കുസുല്ലമി ആമയോ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ കേരളം ചുട്ടുപൊള്ളുന്ന സമയത്ത്, വെള്ളത്തിന് വേണ്ടി കുട്ടികളും മക്കളും വൃദ്ധരായ മാതാപിതാക്കളും കേണ് പടച്ചതമ്പുരാനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മഴയ്ക്ക് വേണ്ടിയുള്ള ഒരു നമസ്കാരം നടത്തി. ആ നിസ്കാരത്തെ പറ്റി ഇവരുടെ ഒരു പ്രഭാഷകൻ പറയാണെന്ത്, നിങ്ങൾക്ക് മഴയ്ക്ക് വേണ്ടിയൊക്കെ ദ്വയർക്കേണ്ടി വരും, പ്രാർത്ഥിക്കേണ്ടി വരും. കാരണം മന്ത്രിച്ചൂതി കൊടുക്കാൻ വെള്ളം കിട്ടാത്തതുകൊണ്ടല്ലേ നിങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ പരസ്യമായി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ ആ വിഷയം എത്തിച്ചിട്ടുണ്ട്. അതും ഞാൻ സൂചിപ്പിക്കട്ടെ, അതും യഥാർത്ഥത്തിൽ ഒരു വിവാദം ഉണ്ടാക്കിയതാണ്. അതിൽ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ ആ വിഷയത്തിൽ എന്താണ് നമുക്ക് പറയാനുള്ളത് എന്ന് എൻ്റെ അഭിപ്രായം പറയുന്നില്ല. ബഹുമാന്യരായ 10 പണ്ഡിതന്മാർ ചേർന്ന് ഈ വിഷയത്തിൽ 21/6/2011 എടുത്ത 10 പണ്ഡിതന്മാർ ചേർന്നെടുത്ത തീരുമാനം പിന്നീട് ജമിയത്തുൽ ഉലമയുടെ സംയുക്ത കൗൺസിൽ അംഗീകരിക്കുകയും ചെയ്ത ഒരു തീരുമാനം മാത്രം ഞാൻ വായിക്കാം. കേട്ടവരുണ്ടാകാം, കേൾക്കാത്തവർക്ക് വേണ്ടി വായിക്കുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട്? ഖുർആൻ കൊണ്ടും അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും കൊണ്ടും ഖുർആനിലും സുന്നത്തിലും സ്വഹീഹായി വന്നിട്ടുള്ള ദിക്റുകൾ കൊണ്ടും രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സുന്നത്തിൽ സ്ഥിരപ്പെട്ട രീതിയിൽ നിർവഹിക്കുന്ന ഒന്നാണ് റുഖിയ ശറയ്യ. റുഖിയ സ്വയം നിർവഹിക്കലാണ് ഏറ്റവും ഉത്തമം. മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്നതിനും വിരോധമില്ല. റുഖിയ നിർവഹിക്കുന്ന വ്യക്തി അത് തൊഴിലായി സ്വീകരിക്കുന്നതിനോ താൻ റുഖിയ ചെയ്യുന്നവനാണെന്ന് പരസ്യപ്പെടുത്തുന്നതിനോ ദീനിൽ മാതൃകയില്ല. കൂലി നിശ്ചയിക്കുന്നതിനും ന്യായമില്ല. 3, ജിന്നുബാധയുണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ്. പല കാരണങ്ങളാലും രോഗമുണ്ടാകുന്നത് പോലെ ജിന്നുബാധ മൂലം ഒരു രോഗമോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാവാം. ആ സമയത്ത് രോഗശമനത്തിനായി സാധാരണ ചികിത്സ തേടുന്നതിനോടൊപ്പം റുഖിയ ശറയ്യ ചെയ്യാവുന്നതാണ്. ഒരാളുടെ രോഗകാരണം ജിന്നു ബാധിച്ചതാണ് എന്ന് വഹി അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലാതെ മറ്റൊരാൾക്കും ഉറപ്പിച്ചു പറയാൻ സാധിക്കുകയില്ല. 5, പിശാച് മനുഷ്യരിൽ ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും ഹറാമിലേക്കും ഒക്കെ എത്തിക്കുന്ന
വസ്വാസ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഗൗരവമുള്ള സംഗതി. എന്നാൽ പിശാച് തോന്നലുകൾക്ക് പുറമെ ശാരീരിക ഉപദ്രവങ്ങളും ഉണ്ടാക്കും. 6. റുഖിയയുടെ ഭാഗമായി അടിക്കുക പോലുള്ള സംഗതികൾ പ്രാമാണികമായി സ്ഥിരപ്പെട്ടതല്ല. 7. റുഖിയ ശറഇ നടത്തുന്ന വേളയിൽ ജിന്നുമായി സംസാരിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള തആമിൽ നടത്തുവാനോ പാടുള്ളതല്ല. 8. റുഖിയ ശറഇക്ക് വേണ്ടി പ്രത്യേക കേന്ദ്രങ്ങൾ നടത്തുന്നതിന് യാതൊരു മാതൃകയുമില്ല. അത്തരം കേന്ദ്രങ്ങൾ നടത്തുന്നതിനെ എതിർക്കപ്പെടേണ്ടതാണ്. പിശാചിന്റെ സ്വാധീനത്തിൽ നിന്ന് കരകയറാൻ ആവശ്യമായ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ മുഴുവൻ ജനങ്ങൾക്കും പഠിപ്പിക്കേണ്ടതാണ്. റുഖിയ ശറഇ എത്രത്തോളമാകാമെന്ന് പ്രവർത്തകരെ ബോധ്യപ്പെടുത്തേണ്ടതും ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കി കൊടുക്കേണ്ടതുമാണ്. ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ്. റുഖിയ ശറഇ നിർവഹിക്കുന്ന വേളയിൽ പ്രമാണവിരുദ്ധമായതിനാൽ ഒഴിവാക്കണമെന്ന് പണ്ഡിതന്മാർ നിർദ്ദേശിച്ച കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഉദാഹരണത്തിന് പിഞ്ഞാണത്തിൽ എഴുതി കുടിക്കൽ, റുഖിയക്ക് വേണ്ടി കാസറ്റുകളും സീഡികളും ഉപയോഗിക്കൽ, മൈക്ക് സെറ്റ് ഉപയോഗിക്കൽ, അന്യ സ്ത്രീകളുമായി തനിച്ചാകലും സ്പർശിക്കലും. ഈ കാര്യങ്ങൾ പരിഗണിച്ച് KJUKNM നിർദ്ദേശിക്കുന്ന മാർഗനിർദ്ദേശങ്ങളോട് യോജിച്ചുകൊണ്ട് മാത്രം എല്ലാവരും പ്രവർത്തിക്കേണ്ടതാണ്. ഇതാണ് 10 പണ്ഡിതന്മാർ ചേർന്ന് ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനം. ഇത് പിന്നീട് നമ്മുടെ സംഘടന അംഗീകരിക്കുകയും ചെയ്യും. ഇനി ആ 10 പണ്ഡിതന്മാരെ കേൾക്കണോ? ഇതിൽ പറഞ്ഞ ആശയം എന്താ? ചുരുക്കി പറഞ്ഞാൽ പിശാച് വസ്വാസ് മാത്രമല്ല, അത് ബാധിക്കും, രോഗം ഉണ്ടാക്കും, സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഇസ്ലാമിൽ അതിന് ചികിത്സയുണ്ട്. അതിന്റെ പേരാണ് റുഖിയ ശറഇയ്യ. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റു പൈശാചിക ചികിത്സകൾ റുഖിയ ശിർക്കിയയാണ്, അത് റുഖിയ ബിദ്അയ്യയാണ്. അതൊരിക്കലും തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത നരകത്തിലേക്കുള്ള വഴിയാണ്. ഹോമവും അതുപോലെയുള്ള കാര്യങ്ങളും ഏലസും അങ്ങനെയുള്ള ദുർമന്ത്രവാദങ്ങളും അങ്ങനെയുള്ള കേന്ദ്രങ്ങളും പണ്ടുകാലം മുതലേ മുജാഹിദ് പ്രസ്ഥാനം എതിർത്തിട്ടുണ്ട്, ഇന്നും ശക്തമായി എതിർക്കുന്നു. ഈ പ്രവർത്തകന്മാർ ഉള്ളിടത്ത കാലം അതിനെ എതിർത്തുകൊണ്ടിരിക്കും. എന്നാൽ റുഖിയ ശറഇയ്യ, ശറഇൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഈ ചികിത്സ ഉണ്ടെന്ന് ആദ്യം പറഞ്ഞത് KNMന്റെ 1ാമത്തെ പ്രസിഡന്റ് ബഹുമാന്യനായ KM മൗലവി റഹിമഹുല്ലയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫത്വയുടെ സമാഹാരമുണ്ട്. അത് മടവൂർ വിഭാഗം പുറത്തിറക്കിയ പുസ്തകമാണ്. അതിന്റെ 18ാമത്തെ പേജിൽ അദ്ദേഹം ഈ കാര്യം വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ പണ്ടുള്ള അഭിപ്രായവും ഇപ്പോഴുള്ള അഭിപ്രായവും ഇത് തന്നെയാണ്. ഇതിൽ ഒപ്പിട്ട 10 പണ്ഡിതന്മാർ ആരൊക്കെയാ നോക്കൂ നിങ്ങൾ. 1 C കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ, 2 PN അബ്ദുൽ ലത്തീഫ് മദനി, 3 M അബ്ദുറഹ്മാൻ സലഫി, 4 KK സക്കരിയ സ്വലാഹി, 5 അബൂബക്കർ സലഫി, 6 ഹനീഫ് കായക്കൊടി, 7 സമീർ മദീനി ശ്രീമൂല നഗരം, 8 ഷംസുദ്ദീൻ P, 9 ഹംസ മദീനി, 10 അഹമ്മദ് അനസ് മൗലവി. അപ്പൊ എന്താ, എല്ലാവർക്കും ഉള്ള അഭിപ്രായമാണിത്. ഇതിലപ്പുറം അഭിപ്രായം ആർക്കും എന്തില്ല, ഈ വിഷയത്തിലില്ല. അപ്പൊ അതുകൊണ്ട് അതും പറഞ്ഞ് ജനങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, തെറ്റിദ്ധരിപ്പിക്കേണ്ടതില്ല. ഇത് മാത്രമേ ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളൂ. പിന്നെന്താ പ്രശ്നം? അപ്പൊ ജിന്നു അല്ല, റുഖിയ ശറഇന്റെ വിഷയമല്ല, അതിലൊക്കെ എല്ലാവർക്കും ഒരു അഭിപ്രായം തന്നെയാണുള്ളത്. ലോക സലഫി പണ്ഡിതന്മാർക്ക് ഇല്ലാത്തൊരു അഭിപ്രായം നമുക്ക് ആർക്കും ഇല്ല. പിന്നെന്താ പ്രശ്നം? അതൊറ്റ വാക്കിൽ പറഞ്ഞാൽ ആദർശ വിരോധികളെ വിശ്വാസത്തിലെടുക്കുകയും സന്തോഷിപ്പിക്കുകയും പ്രസ്ഥാന പ്രവർത്തകന്മാരെ ദുഃഖിപ്പിക്കുകയും അവിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് നമ്മുടെ നേതൃനിരയിലുള്ള ചില ആളുകൾക്ക് ഇടക്കാലത്ത് ഉണ്ടായി എന്നതാണ് പ്രശ്നത്തിന്റെ ഒരു മർമ്മമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ വെറുതെ പറയല്ല, 2-3 തെളിവ് പറയാം. ഒന്ന്, നമ്മുടെ സംസ്ഥാന സമ്മേളനം അതിനൊരു തെളിവാണ്, അതിന്റെ പ്രകടമായ തെളിവാണ്. അതിന് മുമ്പ് തെളിവുകളുണ്ട്. എന്താ പ്രധാനമായിട്ട്? ഒന്ന്, ശരിയായ ഇസ്ലാമിക പ്രബോധകന്മാർക്കും പണ്ഡിതന്മാർക്കും ഒക്കെ അവിടെ ചെന്ന നിരീക്ഷണം, വളണ്ടിയേഴ്സിന്റെ നിരീക്ഷണം. എന്നാൽ മറ്റുള്ള സംഘടനകളിലെ ആദർശ വിരോധികളുടെ സംഘടനാ നേതാക്കന്മാരൊക്കെ വരുമ്പോൾ അവർക്ക് യാതൊരു നിരീക്ഷണമല്ല, അവർക്ക് എവിടെയും കയറാൻ ഇറങ്ങാൻ ഒരു പ്രശ്നമല്ല. അതുപോലെ നമ്മുടെ പ്രവർത്തകന്മാർക്ക് അവിടെ പുറത്ത് സ്റ്റാളും കാര്യമൊന്നും വെക്കാൻ പാടില്ല. എന്നാൽ എതിരാളികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അതുപോലെ മടവൂർ വിഭാഗത്തിന്റെ അവരുടെ സ്റ്റാളുകളൊക്കെ ഒരു കുഴപ്പമില്ലാതെ അവിടെ നിലനിൽക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ MESന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ആ ഒരു സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തകന്മാരെ തന്നെ അടച്ചാക്ഷേപിച്ചുകൊണ്ട്, ഇബിലീസുകൾ എന്ന രൂപത്തിൽ തന്നെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു. അത് ശരിയല്ലെന്ന് ബഹുമാന്യനായ ഈ വേദിയിലിരിക്കുന്ന ഹുസൈൻ സലഫി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അത് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ബഹുമാന്യനായ TP പറഞ്ഞത് എന്താ? ഹുസൈൻ സലഫിയുടെ സംസാരം ഒരു അപശബ്ദമാണ്, എന്നാൽ മുജാഹിദീങ്ങളെ പരസ്യമായി ചീത്ത പറഞ്ഞ വാക്കിന് ഒരു പ്രശ്നമില്ല. അപ്പൊ അവരെ സന്തോഷിപ്പിക്കുക, നമ്മളെ പ്രവർത്തകന്മാരെ പ്രയാസപ്പെടുത്തുന്ന നിലപാട് മാത്രമല്ല. പ്രോഗ്രാമിലുള്ള ആളുകൾക്ക് വിലക്ക്. ബഹുമാന്യനായ MSISMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി K സജ്ജാദും അതുപോലെ തന്നെ ഷഹീദ് ഏലാങ്കോട് എന്ന് പറയുന്ന ട്രഷററും യുവജന സമ്മേളനത്തിൽ സ്വാഗതവും അധ്യക്ഷനും പറയേണ്ട ആളുകളാണ്. ആ സമയത്ത് അവരെ വേദിക്കരികിലുണ്ട്, അവരെ വിളിക്കണില്ല. നേരെ ബാക്കിൽ നിന്ന് അനൗൺസ് ചെയ്തുകൊണ്ട് പരിപാടി മുന്നോട്ട് പോവുക, അവർ തിരിച്ചു പോരാ. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ O അബ്ദുള്ള സാഹിബ്
അവിടെ വരുന്നു, അദ്ദേഹം പ്രോഗ്രാമിലില്ല, അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം കൊടുക്കുന്നു, പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അബ്ദുറഹ്മാൻ അവസരം കൊടുക്കുന്നു. ആലോചിച്ച് നോക്കിങ്ങൾ, നമ്മുടെ സംഘടനയുടെയും നമ്മുടെ പ്രവർത്തകന്മാരെയും പ്രോഗ്രാമിൽ ഉണ്ടായിട്ടും അവിടെ എന്തില്ല, സീറ്റില്ല, അവരെ തിരിച്ചയക്കുന്ന അവസ്ഥ. പിലാത്തറ സമ്മേളനം ഉണ്ടായപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇതാ നിങ്ങൾക്ക് ഇപ്പൊ സമ്മേളനം മോശമാണ് എന്ന് മാധ്യമം പത്രത്തിൽ ലേഖനം എഴുതിയ ആളായിരുന്നു ഒ അബ്ദുള്ള സാഹിബ്. അദ്ദേഹത്തിന് ഇത്രയും കാലം കഴിഞ്ഞപ്പോൾ ഈ രൂപത്തിലാണ് സ്വീകരണം കൊടുത്തത്. മാത്രമല്ല, സമ്മേളനം കഴിഞ്ഞപ്പോൾ പ്രബോധനം അതിനെ വിലയിരുത്തിക്കൊണ്ട് എഴുതിയത് എന്താ, ഇപ്രാവശ്യത്തെ മുജാഹിദ് സമ്മേളനം നന്നായിരിക്കുന്നു. കാരണം സാധാരണ സമാപന സമ്മേളനത്തിൽ ഇവിടെയുള്ള മറ്റു മുസ്ലിം സംഘടനകളൊക്കെ നിങ്ങൾ വിമർശിക്കാറുണ്ട്, ഇപ്രാവശ്യം ആരും വിമർശിച്ചിട്ടില്ല, നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരെ വിമർശിച്ചിട്ടുള്ളൂ. ഈ പാത നല്ല പാതയാണ്, ഇത് പ്രതീക്ഷ നൽകുന്നുണ്ട്. സാധാരണ മുജാഹിദ് പ്രസ്ഥാനത്തിന് സമ്മേളനം കഴിഞ്ഞാൽ ഇവർക്കൊക്കെ തലവേദന ഉണ്ടാവുക ചെയ്യുക, പക്ഷെ അവരൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുക, യഥാർത്ഥ മുജാഹിദീങ്ങൾ അടങ്ങാറാവുകയും ചെയ്യുക. അപ്പൊ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് അതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. മാധ്യമം എഡിറ്റോറിയൽ എഴുതി, ആ എഡിറ്റോറിയലിലും തന്നെ ഇപ്പോഴുള്ള KNM നേതൃത്വം നല്ല നേതൃത്വമാണെന്ന്. മാധ്യമം നല്ല നേതൃത്വമാണെന്ന് പറയണമെങ്കിൽ ഏത് ആദർശമാണ് നമ്മുടെ ആളുകൾ സ്വീകരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പണ്ട് മുതലേ നമ്മെ അക്ഷരപൂജകരാണ് എന്ന് അവര് പറയാറുണ്ട്. പ്രമാണത്തിനെ സ്വീകരിക്കുന്നത് കൊണ്ട് അവർ നമ്മളെ പറ്റി പറയാറുള്ളത് നമ്മൾ അക്ഷരപൂജകരാണ് എന്നാണ്. അക്ഷരപൂജകരാണ് എന്ന് ഈ മാധ്യമത്തിന്റെ എഡിറ്റോറിയലിൽ അവർ എഴുതി. പക്ഷേ അതേ സംഗതി തന്നെ അവരുടെ അഡ്വോക്കിന്റെ പ്രസിഡന്റ് അതേ കാര്യം വിചിന്തനത്തിൽ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്, നമ്മൾ അക്ഷരപൂജകരാണ് എന്ന്. അപ്പൊ അതേ വാദം അവർ തന്നെ ഏറ്റെടുക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ അവർ നടത്തിയ കടപ്പുറത്തൊരു സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ പറഞ്ഞത് എന്താ, ഈ അഡ്വോക്കിന്റെ പ്രസിഡന്റ് തന്നെ പറഞ്ഞത്, നിങ്ങൾക്ക് യൂട്യൂബിൽ അതടിച്ചാൽ അത് കേൾക്കാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, ഇവരെ നേരിടാൻ, ആരെ, മുജാഹിദ് പ്രവർത്തകന്മാരെ നേരിടാൻ ഞങ്ങൾക്ക് സുന്നികളുടെയും ജമാഅത്തുകാരുടെയും NDF-കാരുടെയും എല്ലാവരുടെയും സഹകരണം വേണം. ഇത് ഒറ്റക്കെട്ടായിട്ട് നമുക്ക് അവരെ നേരിടണം. അപ്പൊ ഇവരോടൊക്കെ സഹകരണം വാങ്ങിക്കാണ്ട് നേരിടുകയാണ്. ആലോചിച്ചാൽ നിങ്ങൾ, ഇതൊക്കെ അതിന് തെളിവാണ്. മാത്രവുമല്ല, ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്ന മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിന് ആശംസ പറയുന്നതിന് വേണ്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK അഹമ്മദ് സാഹിബ് പോയി എന്ന് മാത്രമല്ല, അദ്ദേഹം ആ ആശംസാ സംസാരം കേൾക്കുന്ന ഏതൊരു മുജാഹിദിനും നൊന്ത് വേദനിക്കുന്ന ഒരവസ്ഥ സ്വാഭാവികമായും ഉണ്ടാകും. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാര് അദ്ദേഹത്തിന്റെ വാദമാണ് ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു വാദമാണ്, സൃഷ്ടികൾക്ക് അഭൗതികമായി സഹായിക്കാൻ കഴിയുമെന്ന വാദം. അതേ വാദം നേരത്തെ പറഞ്ഞ ഹനീഫ് കായക്കൊടി മൂവാറ്റുപുഴ സംവാദത്തിൽ പറഞ്ഞു, മലക്ക് അഭൗതികമായി സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല, പ്രാർത്ഥിച്ചാലേ ശിർക്കാവുകയുള്ളൂ. അപ്പൊ നെല്ലിക്കുത്തിന്റെ അതേ വാദം. അപ്പൊ എന്തായി, ചുരുക്കി പറഞ്ഞാൽ ആദർശ വിരോധികളെ സന്തോഷിപ്പിക്കുകയും നമ്മുടെ പ്രവർത്തകന്മാരെയും പണ്ഡിതന്മാരെയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ അവസ്ഥ വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് വരാനുള്ള കാരണം ആദർശ വിയോജിപ്പ് കാരണം ഇറങ്ങിപ്പോയവരുമായി രഹസ്യമായ ബാന്ധവത്തിൽ ഇപ്പോഴുള്ള നേതൃത്വം ഇടപെട്ടു എന്നത് തന്നെയാണ്. അത് മുൻകാലത്തുണ്ടായിട്ടില്ല. സമസ്ത ഇതിൽ നിന്ന് പിരിഞ്ഞുപോയി ഉണ്ടായതാണ്. പിന്നീട് അവർ പിരിഞ്ഞു പോയ ശേഷം അവരെ പിന്നാലെ പോയിട്ട് ലയനത്തിന് വേണ്ടി നമ്മളെ നേതാക്കന്മാർ ശ്രമിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാം ഇതിൽ നിന്ന് പിരിഞ്ഞു പോയവരാണ്. പിന്നെ അവരെ പിന്നാലെ പോയിട്ട് അവരുമായി ലയിക്കാനുള്ള പരിപാടി നമ്മുടെ നേതൃത്വം പിന്നീട് ചെയ്തിട്ടില്ല. അതുപോലെ ചേകന്നൂർ മൗലവിയും അദ്ദേഹത്തിന്റെ ആദർശവും ഇതിൽ നിന്ന് പിരിഞ്ഞു പോയതാണ്. പിന്നീട് ചേകന്നൂരുമായി ഒരു അലയൻസ് ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടില്ല. എന്നാൽ 2002 മടവൂർ വിഭാഗം ഇതിൽ നിന്ന് പിരിഞ്ഞുപോയി. അത് നിസ്സാര കാരണങ്ങളല്ല, വളരെ ഗുരുതരമായ കാരണങ്ങൾ കാരണം അവർ പിരിഞ്ഞുപോയി. അത് ആർക്കും ഓർമ്മയുണ്ടാകില്ല. ഈ പുസ്തകം ചില ആളുകൾക്ക് ഇന്നു മുതൽ തലവേദനയാണ്. ഏതാണ് ഈ പുസ്തകം? 2001 ജൂൺ 4 പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ ചേർന്ന കേരള ജംഇയ്യത്തുൽ ഉലമാ നിർവാഹക സമിതി യോഗ തീരുമാനങ്ങൾ. മടവൂർ വിഭാഗത്തെ പുറത്താക്കാൻ ഉള്ള കാരണം എന്താന്ന് വിശദീകരിച്ച് അന്ന് ചർച്ച ചെയ്തെടുത്ത് 17 തീരുമാനങ്ങളാണ്. ഈ 17 തീരുമാനങ്ങൾ പ്രകാരമാണ് അവരെ പുറത്താക്കിയിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ കാര്യം തന്നെ മൻഹജുസ് സലഫ് സ്വീകരിക്കണമോ വേണ്ടയോ, അത് സ്വീകരിക്കേണ്ടതില്ല എന്നായിരുന്നു അവരുടെ നിലപാട്. അത് 5-ാം മദ്ഹബാണ്, അത് ഗൾഫ് ഇറക്കുമതിയാണ് എന്നാണ് മടവൂർ വിഭാഗം വാദിച്ചത്. അല്ല എന്ന് നമ്മളും വാദിച്ചു. അവസാനം അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു. അതുപോലെ വളണ്ടിയർ കോർ എന്ന രഹസ്യമായ ഒരു വിങ് തന്നെ അവര് ഉണ്ടാക്കുന്ന ഒരവസ്ഥ അവർക്ക് ഉണ്ടായി. ഇതൊക്കെ ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനങ്ങൾ ഉണ്ടായത്. അങ്ങനെ അന്ന് ജമിയത്തുൽ ഉലമ ഈ തീരുമാനങ്ങൾ എടുത്തു. പക്ഷേ ഇതിനെ ലംഘിച്ചുകൊണ്ട് ആളില്ലാത്ത 180 പേജ് വരുന്ന
ഒരു പുസ്തകം, അവർ ഒരു നീല പുസ്തകം, അത് നീല കളറുണ്ടതായതുകൊണ്ട് അതിന് നീല ബുക്ക് എന്നാ പേര് പറഞ്ഞിരുന്നത്, ഒരു പുസ്തകം അവർ പുറത്തിറക്കി. അങ്ങനെ ഈ 18 തീരുമാനത്തെയും അവർ ഗണ്ണിച്ചു. അതുകൊണ്ടാണ് ആ നടപടിക്ക് അവർ വിധേയരായതും അവർ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകാനുണ്ടായ കാരണവും. ഏതുവരെ അവരെത്തിയെന്നറിയോ? ആശയ സമന്വയം എന്ന് പറയുന്ന ഒരു മാസിക അവർ പുറത്തിറക്കിയിരുന്നു. ആ ആശയ സമന്വയത്തിൽ വേശ്യപ്പെണ്ണിന്റെ കഥ പറയുന്ന അവസ്ഥ, അതുപോലെ തന്നെ വളണ്ടിയർ കോർ എന്ന രഹസ്യ വിഭാഗം, ഹദീസ് നിഷേധത്തിന്റെ അവസ്ഥ, അവര് ഈ കഴിഞ്ഞ 10 വർഷം ആ വിശ്വാസത്തിലും ആ സ്വഭാവത്തിലുമാണ് അവർ മുന്നോട്ട് പോയത്. ഖുർആനിന് എതിരായ സ്വഹീഹായ ഹദീസ് ഉണ്ട് എന്നാണ് അവരുടെ വാദം. ഒരിക്കലും നഊദു ബില്ലാഹ് അങ്ങനെ ഉണ്ടാവുകയില്ല. ഖുർആനിനെതിരായ ഹദീസ് ആണെങ്കിൽ അത് ദുർബലമായിരിക്കും, സ്വഹീഹാണെങ്കിൽ ഉണ്ടാവില്ല. കാരണം ഖുർആനും വഹിയാണ്, ഹദീസും വഹിയാണ്. അത് രണ്ടും അള്ളാഹുവിൽ നിന്നാണ്. ഒരിക്കലും അള്ളാഹു വൈരുദ്ധ്യം പറയുകയില്ല. വൈരുദ്ധ്യം പറയുമെന്ന വാദമാണ് അവരിന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബഹുമാന്യനായ സലഫിയുടെ സംസാരത്തിൽ അവരുടെ അപകടങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത്തരം അവസ്ഥയുള്ള ആളുകളെ ഒഴിവാക്കി മാറ്റി നിർത്തിയവരാണ്. എന്നിട്ട് നമ്മൾ 10 വർഷം ഗംഭീരമായി പ്രവർത്തിച്ചു. മുജാഹിദ് പ്രസ്ഥാനം വട്ടപൂജ്യമാകുന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അവരാണ് വട്ടപൂജ്യമായത്. നമ്മുടെ സാൽവേഷനുകൾ, അതുപോലെ തന്നെ സമ്മേളനങ്ങൾ, അതുപോലെ തന്നെയുള്ള ക്യാമ്പയിനുകൾ, നിരവധി പരിപാടികൾ, ഒരുപാട് പുതിയ പ്രദേശങ്ങളിലേക്ക് ഇസ്ലാമിക പ്രസ്ഥാനം കടന്നു ചെന്നു. നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായി. അങ്ങനെ സജീവമായി മുന്നോട്ട് പോയപ്പോ നേരത്തെ പറഞ്ഞ രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, മറ്റു ആളുകളൊന്നും പിരിഞ്ഞു പോയപ്പോൾ കാണിക്കാത്ത ഒരു ശൈലി ഇവിടെ നേതൃത്വം സ്വീകരിച്ചു. പിരിഞ്ഞു പോയ ആളുകളുമായി രഹസ്യ ബാന്ധവം തുടങ്ങി. അതിന് നേതൃത്വത്തിന്റെ ഒത്താശയുണ്ടാകാൻ തുടങ്ങി. യഥാർത്ഥ സലഫിയത്തിനോട് അവർക്ക് പിന്തിരിഞ്ഞ ഒരു സമീപനമുണ്ടായി. എങ്ങനെയെങ്കിലും മടവൂർ വിഭാഗവുമായി യോജിക്കാനുള്ള ഒരു ശ്രമമുണ്ടായി. ഒരുപാട് ശ്രമങ്ങൾ. അതിലൊരു പ്രധാനപ്പെട്ട ശ്രമം ഞാൻ പറയാം. 2010 നവംബർ മാസത്തിലാണ് ആ ശ്രമം നടക്കുന്നത്. ഞാനത് കേട്ടുകേൾവിന്റെ അടിസ്ഥാനത്തിലല്ല പറയുന്നത്. ആ സന്ദർഭത്തിൽ ISMന്റെ സംസ്ഥാന ഭാരവാഹി, സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന പോസ്റ്റിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കുള്ള ചില വ്യക്തിപരമായ അനുഭവങ്ങൾ ചുരുക്കിയാണെന്ന് പറയാൻ എൻ്റെ സമയം അതിന് അനുവദിക്കുമെന്ന് എനിക്കറിയില്ല. അതായത് മടവൂർ വിഭാഗവുമായി ലയിക്കാൻ നമ്മുടെ നേതൃത്വത്തിന് സർവ്വ ഒത്താശയുമായി അന്ന് നല്ല നീക്കങ്ങൾ നടന്നു. അതിനാദ്യം ചെയ്തത് എന്താ അറിയോ? പല രംഗങ്ങളും നടന്നു പോയിട്ടുണ്ട്. അതിൽ ബഹുമാന്യനായ AP തന്നെ ആ കാര്യത്തിന് മുൻകൈയെടുത്തിട്ടുണ്ട്. TP മുൻകൈയെടുത്തിട്ടുണ്ട്. അബ്ദുറഹ്മാൻ സലഫി അതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. നൂർ മുഹമ്മദ് നൂർഷ കൂടിക്കൊടുത്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ അനുവാദത്തോടു കൂടി ഇത് നടക്കാൻ മുന്നോട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, നൂർഷ സാഹിബ് തന്നെ ഒരു യോഗത്തിൽ പറഞ്ഞത് ഞാൻ നേരിട്ട് കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം ആദ്യം ലയനത്തിന് അനുകൂലവും പിന്നെ എതിരുമായ ആളാണ്. അപ്പൊ അദ്ദേഹം ആ കാര്യം യോഗത്തിൽ പറയാണ്ട് എന്നോട് AP അടിയന്തരമായി കോഴിക്കോട് വരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ എറണാകുളത്ത് കോഴിക്കോട് എത്തി. AP പറയാം, ഇങ്ങനെ ഒരു പ്രപ്പോസൽ വരുന്നുണ്ട്, അവര് ലയിക്കാൻ തയ്യാറാണ് എന്ന്. അപ്പൊ നമുക്കും അങ്ങനെ ആയാൽ കുഴപ്പമില്ല എന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിന് അബ്ദുറഹ്മാൻ സലഫിയെ കൂടി ഒന്ന് അനുകൂലമാക്കി തരണം എന്ന് AP ആരോട് പറയുന്നു? നൂർഷ സാഹിബിനോട് പറയുന്നു. നൂർഷ സാഹിബ് അത് ഏറ്റെടുത്ത് പോരുന്നു. അദ്ദേഹം സലഫിയെ അതിന് അനുകൂലമാക്കി കൊടുക്കുന്നു. അതെങ്ങനെയെന്നതൊക്കെ പിന്നീട് വിശദീകരിക്കും. അതിനുശേഷം അവരതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. അങ്ങനെ മീറ്റിങ്ങുകളിൽ ചർച്ചകളായി. 7 അംഗ സമിതി അതിന് രൂപപ്പെടുത്തി. AP, TP അതുപോലെ തന്നെയുള്ള ആളുകൾ അടങ്ങുന്ന 7 അംഗ സമിതി ഈ ലയനത്തിനു വേണ്ടി കമ്മിറ്റി എടുത്തു. അതിൻ്റെ ചർച്ചകൾ നടക്കുകയാണ്. ഈ വിവരങ്ങളൊന്നും ഞങ്ങളാരും അറിയില്ല. ഞങ്ങളറിയില്ല കാരണം ISM MSM ഒന്നും അറിയില്ല. അപ്പോഴാണ് പെട്ടെന്നൊരു വർക്കിംഗ് ഡേയ്സിൽ KNMന്റെ ഒരു സംസ്ഥാന എക്സിക്യൂട്ടീവ് വിളിക്കുന്നത്. അന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് ഉള്ളത് കാരണത്താൽ എനിക്ക് അരമണിക്കൂർ വൈകിയാണ് യോഗത്തിലെത്താൻ സാധിച്ചത്. ഞാൻ എത്തുമ്പോൾ അവിടെ കാണുന്ന ചർച്ച ഞെട്ടിപ്പിക്കുന്ന ചർച്ചയാണ്. അവിടെ സ്വാഗതം അധ്യക്ഷന്റെ സംസാരമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ആ ചർച്ചയാണ്. എന്താ ചർച്ച? മടവൂർ വിഭാഗവുമായി ലയിച്ചതുപോലെയാണ് ചർച്ചയിൽ അംഗങ്ങൾ പറയുന്നത്. അവരെ മർക്കസ് അങ്ങോട്ട് കിട്ടും, അതിന് കരാർ പത്രങ്ങളെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും. ഞാൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ചർച്ച ഇവിടെ വന്നു എനിക്ക് മനസ്സിലാണില്ല. അപ്പൊ ഞാൻ അവിടെ എണീറ്റ് നിന്നുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അപ്പോൾ ആ കാര്യങ്ങൾ അവരെന്താണ് സംസാരിച്ചത് ഒന്നും എനിക്കറിയില്ല. പക്ഷേ ലയനമാണ് ചർച്ച എന്ന് മനസ്സിലായി. അപ്പൊ എൻ്റെ മനസ്സിലുള്ള ചില വികാരങ്ങൾ ഞാൻ അവിടെ പങ്കുവെച്ചു. നമുക്ക് ഒരിക്കലും തന്നെ മതസംഘടനകൾ രണ്ട് ആദർശങ്ങൾ തമ്മിൽ രാഷ്ട്രീയ സംഘടനകൾ യോജിക്കുന്നത് പോലെ സ്ഥാനമാനങ്ങൾ പങ്കുവെച്ച് യോജിക്കാൻ പാടില്ല. അവിടെയുള്ള ലയനത്തിന്റെ മാനദണ്ഡം എന്താ അറിയോ? 9 ആളുകൾ അവരിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുക.
അതുപോലെ ISMന്റെ MSMന്റെ പ്രസിഡന്റ് അവരാണെങ്കിൽ സെക്രട്ടറി നമ്മൾ. ഇങ്ങനെ സ്ഥാനമാനങ്ങൾ പങ്കുവെച്ച ഒരു ചർച്ച, ഒരു ലയനം. ഇത് രാഷ്ട്രീയ സംഘടനകൾ തമ്മിലുള്ള ലയനമാണ്, രണ്ട് ആദർശങ്ങൾ തമ്മിൽ. നേരത്തെ പറഞ്ഞ ജംഇയ്യത്തുൽ ഉലമയുടെ 17 തീരുമാനങ്ങൾ നിലനിൽക്കെ, ഈ തീരുമാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോഴും അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ, ഖുർആനിനെതിരായ സ്വഹീഹായ ഹദീസുകൾ ഉണ്ടെന്ന് പറഞ്ഞിരിക്കെ, അതിനുവേണ്ടി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, പേനയെടുത്തുകൊണ്ടിരിക്കുന്ന, നാവ് കൊണ്ട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ഈ രൂപത്തിൽ നമ്മൾ ഇങ്ങോട്ട് എടുക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അന്ന് എൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കിയ മടവൂർ വിഭാഗത്തിന്റെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം കൂടി ഞാൻ ആ യോഗത്തിൽ പറഞ്ഞു. ആ അനുഭവം നിങ്ങളൊന്ന് കേൾക്കേണ്ടതുണ്ട്. ആ മടവൂർ വിഭാഗത്തിൽ ആ ആൾക്കാരുടെ അവസ്ഥ എന്താന്ന് നിങ്ങൾക്കറിയോ? ബഹുമാന്യനായ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു പ്രവർത്തകൻ, ഈ സദസ്സിലുണ്ട് ആ പ്രവർത്തകൻ. അദ്ദേഹത്തിന് നേരിട്ട് അനുഭവമുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. ബാക്കി കാര്യം പേര് പറയാം, ചോദിക്കാൻ നല്ലതാണ്, എന്നെ വിളിക്കേണ്ട, അദ്ദേഹത്തെ വിളിച്ചാൽ മതി. നസീർ എന്ന് പറയുന്ന നമ്മുടെ തിരുവനന്തപുരത്തൊരു പ്രവർത്തകൻ, അദ്ദേഹമാണ് ആ അനുഭവം എന്നോട് പറഞ്ഞതെന്ന്. അന്നാണ് ആ കാര്യം പറഞ്ഞത്. അന്നാണ് ആ യോഗത്തിന് ഞാൻ ചെല്ലണത്. എന്താ സംഭവം എന്നറിയോ? അദ്ദേഹം കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ യാത്ര പോരുന്ന സമയത്ത് അദ്ദേഹത്തിന് 2-3 ക്രൈസ്തവരായ 2-3 സ്ത്രീകൾ, കന്യാസ്ത്രീകൾ ആ കമ്പാർട്ട്മെന്റിലുണ്ട്. അപ്പം ഇദ്ദേഹം അവരുമായി സംസാരിച്ചു, ഇസ്ലാമിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇസ്ലാമിനെ പറ്റി അവരോട് പറഞ്ഞു കൊടുത്ത് ബൈബിളും ഖുർആനൊക്കെ ഇങ്ങനെ താരതമ്യം ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് അതിങ്ങനെ ഉൾക്കൊള്ളുന്നൊരവസ്ഥ, അതിനെക്കുറിച്ച് അവർ നല്ലൊരു ആഭിമുഖ്യം പുലർത്തി പഠിക്കാൻ കൗതുകത്തോടു കൂടി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരുടെ ഈ ചർച്ചയൊക്കെ വീക്ഷിച്ചുകൊണ്ട് തൊട്ടപ്പുറത്തൊരാൾ മാറിയിരിക്കുന്നുണ്ട്, ഒരു താടിയൊക്കെ വെച്ചിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം ഇതൊക്കെ കേട്ടിട്ട് അതിൻ്റെ ഇടയിൽ ഇടപെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്കിതിനെപ്പറ്റി പറയാൻ എന്താ അവകാശം? നസീറിനോട് പറയാം, നിങ്ങൾക്കിതിനെപ്പറ്റി പറയാൻ എന്താ അവകാശം? നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾ എന്താ മോശമല്ലേ? നിങ്ങളെ MM അക്ബറിനെ കുറെ കല്യാണം കഴിച്ചിട്ടില്ലേ ചോദിക്കാണ്. അതേപോലെ തന്നെ നിങ്ങൾ തൗഹീദിന് 3 ഭാഗമുണ്ട് എന്ന് പറയുന്ന ആളുകളല്ലേ, പിന്നെ എങ്ങനെ നിങ്ങൾ ട്രിനിറ്റിനെ, ത്രിയേകത്വത്തിന് നിങ്ങളെങ്ങനെ പിന്നെ ന്യായീകരിക്കുക? അതിനെങ്ങനെ നിങ്ങൾ എതിർക്കുക? ആലോചിക്കുക. നിങ്ങൾ ഖുർആനിന് വൈരുദ്ധ്യല്ലേ, പിന്നെന്താ ബൈബിളിൽ വൈരുദ്ധ്യം ഉണ്ടെന്ന് എങ്ങനെ നിങ്ങൾ പറയാം? അപ്പൊ ഈ സ്ത്രീകളുടെ മുമ്പിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് ഇയാളെ. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ഈ സംസാരം നിർത്തി. ഇനി ഇയാളെ ബല മുമ്പിൽ വെച്ച് കണ്ടിട്ട് തമ്മിൽ ഒരു പരസ്പര വാക്കേറ്റം വേണ്ടെന്നുള്ളത്. എന്നിട്ട് ഇയാളോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ ഏലംകുളത്തുകാരനാണ്. എന്താ പേര്? മുഹമ്മദ് എന്നാണ് പേര്. എന്താ